ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. ചിലർക്ക് മാമ്പഴ പുളിശ്ശേരി കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരവും പിന്നെ എന്താ പറയുക, അത് ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. എനിക്കത് ആദ്യം ഇഷ്ടമില്ലായിരുന്നു, പക്ഷെ ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ചാറ് കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണേ. അതിനുവേണ്ടി നമ്മൾ നാട്ടുമാങ്ങയാണ് കേട്ടോ എടുക്കുന്നത്, ഈ ചെറിയ മാങ്ങയില്ലേ. അപ്പോൾ അതിൻ്റെ നമ്മൾ ഈ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ഈ മാമ്പഴ പുളിശ്ശേരിക്ക് എടുക്കാൻ വേണ്ടി. ഇനി നമ്മൾ ആ മാങ്ങയ്ക്കകത്തേക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളവും മഞ്ഞപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടി ഇത്രയും ഇട്ട് നമ്മൾ എന്ത് ചെയ്യുക, വേവിക്കാൻ വെക്കുക. ഇനി ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഒരു തിളയൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അതിനകത്തേക്ക് ഒരു കഷ്ണം വെല്ലം ഇട്ടിട്ട് വീണ്ടും നമ്മൾ മൂടി വെച്ച് വേവിക്കുക. ഇനി മാമ്പഴ പുളിശ്ശേരിക്കുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി നമ്മൾ തേങ്ങ ആവശ്യത്തിനുള്ള തേങ്ങ നമ്മൾ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ആ ചിരകിയ തേങ്ങ നമ്മൾ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കാന്താരിയാണ് കേട്ടോ. നല്ല എരിവുള്ള കാന്താരി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് ഇതിനകത്ത് വേണ്ടത് കടുകാട്ടോ. കടുക് ഇട്ടിട്ടാണ് നമ്മളിവിടെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇത്രയും സാധനങ്ങൾ എന്ത് ചെയ്യുക, ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യത്തിന് വെള്ളം നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറവാണെങ്കിലൊക്കെ നമുക്ക് പാകത്തിനുള്ള വെള്ളം നമുക്ക് ഈ സമയത്ത് ഒഴിച്ചൊക്കെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി നല്ലോണം ഒന്ന് തിള വരണം. ഉപ്പൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ ടേസ്റ്റ് ചെയ്തപ്പോൾ ഇത്തിരി ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ തൈര് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ തൈര് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു 10-15 സെക്കൻഡ് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ നമുക്ക് കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അതിനകത്തേക്ക് വറവിട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഇട്ട് അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാട്ടോ നമ്മൾ വറവിട്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഒരു പ്രത്യേക രുചിയെന്ന് ഞങ്ങൾ പറഞ്ഞത് ആ പച്ചയ്ക്ക് അരയ്ക്കുന്ന ആ കടുകിൻ്റെ രുചിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണേ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്